നല്ലൊരു അടാറ് ഞണ്ട് റോസ്റ്റിൻ്റെ റെസിപ്പി കണ്ടല്ലോ. അപ്പോൾ നല്ല ഫ്രഷ് ആയി കിട്ടിയ ഞണ്ടായതുകൊണ്ട് തന്നെ അപ്പോൾ തന്നെ അതിനെ ക്ലീൻ ചെയ്തെടുത്തു. എന്നിട്ട് ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല പൊന്നൊക്കെ ഉള്ള നല്ലൊരു ഞണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് ഓരോ ഇൻഗ്രീഡിയൻറ്റ് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും പിന്നെ ഇതുപോലെ കുറച്ച് ചുവന്നുള്ളിയും കൂടി ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് പൊടിയായിട്ട് എരിഞ്ഞിട്ടുള്ള സവാള വേണം. ഞാൻ ഇതുപോലെ ചെറിയ സൈസായ സവാള ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചെറിയതായിട്ട് എരിഞ്ഞിട്ടുള്ള 2 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ അത് 2 പച്ചമുളകും കൂടി ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ പെരിഞ്ചീരകം പിന്നെ ഒരു 2 മണി ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചെറുള്ളി ഈ പേസ്റ്റ് ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അരിഞ്ഞിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക. സവാള ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ കുറച്ച് കറി മസാലപ്പൊടി കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഞണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്ത് നല്ല കിടിലൻ ടേസ്റ്റിലെ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്.